ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സി വിൽ സ്റ്റോപ്പ്. അപ്പോൾ കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ പ്ലാസ്റ്റിക്സ് എന്ന ടോപ്പിക്കിൽ കുറച്ച് പോർഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും എല്ലാ എക്സാംസിലും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും ചില എക്സാംസിന് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് വിട്ട് കളയാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ് പ്ലാസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ പോർഷൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്ലാസ്റ്റിക്സിനെ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: തെർമോ പ്ലാസ്റ്റിക്സും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സും. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ബിഹേവിയർ ഓഫ് പ്ലാസ്റ്റിക്സ് വിത്ത് റെസ്പെക്ട് ടു ഹീറ്റിങ്ങിൻ്റെ അനുസരിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് അതിനനുസരിച്ചാണ് തെർമോ പ്ലാസ്റ്റിക്സ് എന്നും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തെർമോ പ്ലാസ്റ്റിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തെർമോപ്ലാസ്റ്റിക്സ് ദേ സോഫ്റ്റൻ ഓൺ ഹീറ്റിംഗ് ആൻഡ് ദെൻ ഹാർഡൻ ഓൺ കൂളിംഗ്. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റൻ ചെയ്യും, അതുപോലെ തന്നെ കൂൾ ചെയ്യുമ്പോൾ പിന്നെ തിരിച്ച് ഹാർഡൻ ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ പ്ലാസ്റ്റിക്സ് ആണ് തെർമോ പ്ലാസ്റ്റിക്സ്. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്സിന് സോഫ്റ്റനിങ്ങും ഹാർഡനിങ്ങും നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ദേ ക്യാൻ ബി റീയൂസ്ഡ്. അതുപോലെ തന്നെ തെർമോ പ്ലാസ്റ്റിക്സിൻ്റെ മറ്റൊരു പേരാണ് ഹീറ്റ് കൺവേർട്ടബിൾ ഗ്രൂപ്പ്. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്സിനെ പറ്റി എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? ദേ സോഫ്റ്റൻസ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ദേ ഹാർഡൻസ് ഓൺ കൂളിംഗ്. ഈ പറയുന്ന സോഫ്റ്റനിങ്ങും ഹാർഡനിങ്ങും ദേ ക്യാൻ ബി റിപ്പീറ്റ്. അതുകൊണ്ട് തന്നെ തെർമോ പ്ലാസ്റ്റിക്സിനെ റീയൂസ് ചെയ്യാനും പറ്റും. തെർമോ പ്ലാസ്റ്റിക്സിൻ്റെ മറ്റൊരു പേരാണ് ഹീറ്റ് നോൺ കൺവേർട്ടബിൾ ഗ്രൂപ്പ്. ഇത്രയും മാത്രം തെർമോ പ്ലാസ്റ്റിക്സിനെ പറ്റി ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. എക്സാംസിനൊക്കെ ഇതുവരെ ചോദിച്ചിട്ടുള്ളൊരു പാറ്റേൺ വെച്ചിട്ട് കൂടുതലും എക്സാമ്പിൾസാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്സിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. PVC, നൈലോൺ, ആക്രിലിക്, പോളിസ്റ്റൈലീൻ, പോളിപ്രോപ്പലീൻ ആൻഡ് ടെഫ്ലോൺ. അപ്പോൾ ഏതൊക്കെയാണ്? PVC, നൈലോൺ, ആക്രിലിക്, പോളിസ്റ്റൈറീൻ, പോളിപ്രോപ്പലീൻ ആൻഡ് ടെഫ്ലോൺ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഫുള്ളി ഫ്ലൂറിനേറ്റഡ് ആയ പോളിമർ ഏതാണെന്ന്. അത് ടെഫ്ലോൺ ആണ് കേട്ടോ. ഫുള്ളി ഫ്ലൂറിനേറ്റഡ് പോളിമർ ഇസ് ടെഫ്ലോൺ. പിന്നെ ഈ എക്സാംസിൽ PVC നോൺ ഇൻഫ്ലേമബിളും ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഹീറ്റ് കൺവേർട്ടബിൾ ഗ്രൂപ്പ്. തെർമോ പ്ലാസ്റ്റിക്സ് ഏതായിരുന്നു? ഹീറ്റ് നോൺ കൺവേർട്ടബിൾ ഗ്രൂപ്പ്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഹീറ്റ് കൺവേർട്ടബിൾ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഇതെന്ത് പറ്റും? ദേ ബിക്കം റിജിഡ് വെൻ മോൾഡ് അറ്റ് എ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റിജിഡ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് സെറ്റായി കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സോഫ്റ്റൻ ആവത്തില്ല, അതായത് പെർമനൻ്റ് ആയിട്ടാണ് സെറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഡ്യൂറബിളാണ്, ഹാർഡാണ്, സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഒരു 343 ഡിഗ്രി വരെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ചാറിങ് എന്ന് പറഞ്ഞ ഡിഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് സെറ്റ് ആവുന്ന ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ്? 127 ഡിഗ്രി സെൽഷ്യസ് ടു 177 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിൻ്റെ മേലെ 343 വരെയൊക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാറിങ് എന്ന് പറഞ്ഞ ഡിഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഡ്യൂറബിളും ഹാർഡും സ്ട്രോങ്ങും ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എപ്പോക്സി റെസിൻ, ബേക്കലൈറ്റ്, മെലാമിൻ റെസിൻ ആൻഡ് യൂറിയ ഫോർമാൽഡിഹൈഡ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം: എപ്പോക്സി റെസിൻ, ബേക്കലൈറ്റ്, മെലാമിൻ റെസിൻ ആൻഡ് യൂറിയ ഫോർമാൽഡിഹൈഡ്. അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിനെ പറ്റിയും തെർമോ പ്ലാസ്റ്റിക്സിനെ പറ്റിയും ഡീറ്റെയിൽ ഡെഫിനേഷൻസും എക്സാമ്പിൾസും ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ വീഡിയോനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻസ് ചോദിക്കാം. ഇനി മുന്നോട്ട് ഏതൊക്കെ വീഡിയോസ് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക്